ചാനൽ. ഇതിന്റെ കസിൻ വീണ്ടും ഞമ്മളിപ്പോ കുറച്ച് ടൈം ട്രെയിന് ലേറ്റ് ആയിരുന്നു. വി വർ സപ്പോസ് ടു റീച്ച് അറ്റ് 12. ബട്ട് ഇപ്പൊ സമയം ഏകദേശം 2 മണിയായി. എന്താ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഹോട്ടലാണ്. ഹൗസ് ബോട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 20th ബർത്ത്ഡേ. അപ്പം എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വാസ് ഇൻ ആലപ്പുഴ, ബട്ട് ഇറ്റ് വാസ് ഇൻ ലാൻഡ്. ബട്ട് ദിസ് ടൈം ഇറ്റ്സ് ഇൻ കായൽ. ഇത് പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ബോട്ടിൻ്റെയാണ്. ഇവർക്ക് കുറേ ബോട്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ കോൺടാക്ട് നമ്പേഴ്സ് ഇടാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. കടന്ന് ഈ പറയും കടന്നിട്ടൊരു മാസമായി. ചെറുപ്പമാണ് പറ്റുക. ഇനി 22 കടന്ന് ചെറുപ്പമാണ് പറ്റുക. പ്രത്യേകിച്ച് ഒന്നുമില്ല. 20 ടീം കഴിഞ്ഞു. ലാസ്റ്റ് ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ടീംസ് ആണ്. അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് 20 വയസ്സ് കഴിഞ്ഞു. ഒരു ബിഗ് ടേൺ. ഇനി 30 വരും. ആൾറെഡി ടീൻസ് കഴിഞ്ഞ് നമ്മൾ 20 കയറുമ്പോ അത് ഈ 22 ആയതുകൊണ്ട് എനിക്കിപ്പോ തോന്നുന്നത്. ഈ ടീൻസ് കഴിഞ്ഞ് 20 കയറുമ്പോ എനിക്കത് തോന്നുന്നത്. ബൈ ദ വേ കസിന്റെ പേര് സ്റ്റാസിൻ. നമ്മൾ തേശു നോക്കും. തേശു അല്ലെങ്കിൽ ഒരു അമ്മായിയാണ്. ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. നമുക്ക് വെള്ളത്തിന്റെ കുപ്പികളുണ്ട്. മീൻകറി ഉണ്ട്. മീൻകറി എന്ത് മീനാണെന്നൊന്നും അറിയില്ല. കട്ട് ചെയ്ത മീൻ. സാലഡ്, ചെറുപ്പ്, മോരുകറി, സാമ്പാർ, കാബേജ്, മറ്റേ ഇതെന്തായിരുന്നു ഇതിനൊക്കെ പേര് അറിയുമല്ലോ. ക്യാരറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ക്യാരറ്റ് പിടിക്കാം. പിന്നെ കരിമീൻ. ഞാൻ എത്ര വർഷത്തിന് ശേഷം കരിമീൻ കഴിക്കാൻ പോകുന്നത്. കരിമീൻ കറിത്ത മീൻ കുറച്ചെടുക്കാം. എന്നിട്ട് മോരുകറിയുള്ള ചോറിൻ്റെ പെട്ട കുറച്ച് അച്ചാർ, ക്യാബേജ് ഉപ്പേരി. ഈ സാധനം കൊള്ളാം. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഉപ്പേരി ടേസ്റ്റ് ഉണ്ട്. പപ്പട ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം. മിലൻ ഇൻഡോക്ക് ക്ലീൻ നോക്ക്. പ്ലേറ്റൊക്കെ മോരുകറി. ഞാൻ കൂടുതൽ കൂട്ടിയ മോരുകറി. ഇതിൽ കൂടുതലില്ല. കഴിഞ്ഞതും മോരുകറി. ഈ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താടി മോരുകറി. ആ പപ്പടക്കരു എനക്ക് വേണ്ടല്ലോ. ഞാൻ
ഞാൻ ചെറിയ പീസ് തരാൻ പോവാ. അല്ല, ഇവിടെ വൈകുന്നേരം എപ്പോഴും പഴംപൊരി ചായ. എനിക്കറിയാം, എനിക്ക് മെയിന് ഫുൾ അറിയാം ഏകദേശം എന്തൊക്കെ ഉണ്ടാവുന്നു. ഞാൻ ഇന്നലെ ആരെടുത്ത് പറയുമ്പോ ചായ രതീഷ് വിളിക്കണെങ്കിൽ രതീഷ് എടേക്ക് പോയി എന്റെ ചെക്കൻക്ക് ചായ കൊടുക്കുകയല്ല, കാഫി കൊടുക്കുമ്പോഴാണല്ലോ അവിടെ. എന്റെ കുട്ടിയുടെ പേരെന്താ? ഇപ്പൊ തന്നെ ട്രെയിനിങ് തുടങ്ങിയോ? പെട്ടെന്ന് ചെയ്യാനുള്ളതല്ലേ. എന്റെ പേരോ? എന്റെ പേര് നവീൻ തോമസ്. ഇഷ്ടപ്പെട്ടു. കുടിക്കണില്ല, ചൂടില്ല, കുഴപ്പമില്ല. അല്ല, നിങ്ങളെ ചൂടല്ല എന്റെ ചൂടാ ഞാൻ നോക്കും. ചൂടല്ല എന്റെ തീരെ പഴംപൊരി വീഡിയോ ആണോ? നല്ല ഭാഗത്തിട്ട് മുട്ടേ പല പോലുണ്ടാവും. അഡ്വഞ്ചറസ് അഡ്വഞ്ചർ കൂടിയ അവസ്ഥ ആകെ ചെയ്തോ നമുക്ക് ഫുഡ് കിട്ടി. ചിക്കൻ ഫ്രൈ ഉണ്ട്, ദാൽ കറി, സാലഡ്, എന്താ പറയുക താറാവ്. നെയ്ച്ചോറ്, ഇത് ആലപ്പുഴ സ്റ്റൈൽ താറാവ്, ചപ്പാത്തി. അത് അവരർത്ഥം തുടങ്ങി. ഇങ്ങനെ നോക്കാം. ഞാന് കുറച്ച് നെയ്ച്ചോറ് രണ്ടാക്കാൻ വേണ്ടിയിരിക്കണേ കാണിച്ച ഞങ്ങൾക്ക് സെറ്റപ്പ് കാണിച്ചു തരാം. We have a good cake. എന്തായാലും ഉറങ്ങട്ടെ. ഇങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങിയാലും നല്ല പ്ലാനാവൂലെ. By the way, good night. Tomorrow whole day is my birthday.
നാളത്തെ ദിവസം മാത്രം. പിന്നെ ഇനി അടുത്ത വർഷം കാത്തിരിക്കാം. നാളെ രാവിലെ കാണാം. ബൈ ബൈ. ഗുഡ് നൈറ്റ് പീപ്പിൾ. ഗുഡ് മോർണിംഗ്. ഒരു 7 മണിയാകുമ്പോൾ എണീറ്റ് 3:15 ഉറങ്ങി. സോ 7 മണിക്ക് 1 മണിക്കൂറുണ്ടാവും. We'll go back to almost the starting point. Have breakfast. മറ്റേ പുല്ലി ആട്ടിക്കുട്ടികള് എവിടെ വെള്ളം കിടക്കുന്നില്ലേ അവളായിരുന്നു ഷാപ്പ്. പിന്നെ സെപ്പറേറ്റ് സെറ്റ് സെറ്റിട്ട് ആദ്യം വൈറ്റ് സിമെന്റ് അടിച്ചേച്ച് ബ്ലാക്ക് കൊണ്ട് ബോളിന്റെ ലുക്കാക്കി, ഒരു പഴയ ഷാപ്പിന്റെ ലുക്കാക്കി എടുത്തത്. കറക്റ്റ് ഒരു പഴയ ഷാപ്പിന്റെ ലുക്ക് കറക്റ്റ് ചെയ്തത്. ഞാൻ അറിയാണ്ട് മറ്റേ വീഡിയോ പൊട്ടണ മൊത്തമാണ്. ഞാൻ സംസാരിക്കാൻ വീഡിയോ ആയിട്ടും കൂടി ഇല്ല. നല്ല ഫ്യൂച്ചറുള്ള യൂട്യൂബറാണ്. ഫ്യൂച്ചർ കാണുന്നതൊക്കെ. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. വിഷമൊന്നുമില്ല കുട്ടിക്ക്. എങ്ങനെയുണ്ടായിരുന്നു യുവർ ബർത്ത്ഡേ? കൊള്ളാം, അമേസിങ്. ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയില്ലേ? പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സെറ്റപ്പ് ഒക്കെ ഞാൻ കുറേ വിചാരിച്ചു, ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ചെയ്ത് എന്ത് രസം ഉണ്ടാവും. ഫൈനലി ചെയ്തു. ഞാൻ 3 വേണ്ടി വന്നു. അങ്ങനെ എന്തായാലും എന്റെ തീം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്? പ്ലാനിങ് സിമ്പിൾ ആൻഡ് ഭംഗി. ഞാൻ മറ്റേ റെന്റിന്റെ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് വേണോ അത് വേണോ. ഞാൻ പറഞ്ഞതൊന്നും വേണ്ട, ആകെ കാൻഡലിന്റെ സ്റ്റാൻഡ് മതി. അതിനൊരു പറഞ്ഞ എത്രയെന്ന് പറയാം, 600 രൂപ സംതിങ്. എത്ര 6 എണ്ണത്തിന്. നമുക്ക് ആ പൈസക്ക് കാൻഡൽ സ്റ്റാൻഡ് വാങ്ങാം. അതാ എന്നോട് ഞാൻ പോയി വാങ്ങാൻ പറഞ്ഞു. പക്ഷെ അവരുടെ മറ്റേ കമ്പിന്റെ, പക്ഷെ മെറ്റലിന്റെ ഓൺലൈൻ അത്ര റേറ്റ് ഇല്ല. ഓൺലൈനിൽ 130 രൂപയുള്ളൂ. 6 എണ്ണത്തിന് എത്ര 500 സംതിങ്. എന്നാ റെന്റിന് പകുതി പൈസ 250 ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ വാങ്ങണ്ടല്ലോ, റെന്റിന് പൈസ കുറവല്ലോ വിചാരിച്ചിട്ട് ഇതാക്കി. റെന്റിന് എത്ര പൈസ. സോ വാങ്ങിച്ചു വേറെ. പക്ഷെ ആ വാങ്ങിച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്തു, ഞാൻ മാത്രം. അപ്പൊ ശരി, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ ശരി, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.